യുവരാജ്, ഇപ്പോഴാണ് ആ ഉള്ളടക്കം പുറത്തു വരുന്നത്. ഹൈക്കോടതിയുടെ പരാമർശങ്ങൾ പുറത്തു വരുന്നത്. വരവ് ചെലവ് കണക്കുകളിലെ പൊരുത്തക്കേട്, വൻ അന്തരം, അതൊക്കെ ഹൈക്കോടതി എടുത്തു പറഞ്ഞിട്ടുണ്ട്. ഞാൻ നേരത്തെ പറയാത്ത ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി. GST ഇനത്തിലും വലിയ പ്രശ്നങ്ങളാണ്. ഇൻപുട്ട് ക്രെഡിറ്റിന് ബോർഡിന് അർഹതയുള്ളത് 1.07 കോടിയാണ്. റിട്ടേണിൽ കാണിച്ചിരിക്കുന്നത് 45.76 ലക്ഷം മാത്രം. 61 ലക്ഷത്തോളം രൂപ ബോർഡിൻ്റെ ഫണ്ടിലേക്ക് വകയിരുത്തിയിട്ടുണ്ടോ എന്നതിൽ വ്യക്തതയില്ല. 2.80 ലക്ഷത്തിൻ്റെ കേബിളിംഗ് വർക്കുകൾ ബില്ലിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ അത് നടന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടില്ല. മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ ഊരാളുങ്കലിനാണ് ഈ ടെൻഡർ വിളിക്കാതെ ഇതിൻ്റെ കരാർ കൊടുത്തിരിക്കുന്നത്. അതിൽ ഉറപ്പായും അഴിമതിയുണ്ടെന്ന കാര്യത്തിൽ സംശയമില്ല. ഉപകരാറുകൾ കൊടുത്തതിൻ്റെ ബില്ലുകൾ ഓഡിറ്റിങ്ങിന് കിട്ടിയിട്ടില്ല. ഒരു കാര്യം കൂടി പറയട്ടെ, കലാപരിപാടികൾക്ക് 8 ലക്ഷം ചെലവഴിച്ചെങ്കിലും 2 ലക്ഷത്തിൻ്റെ വൗച്ചറുകൾ മാത്രമേ ഹാജരാക്കിയിട്ടുള്ളൂ. അല്ല, തീർച്ചയായിട്ടും ശാലൻ നബീർ, അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ രണ്ടഭിപ്രായം ഉണ്ടായേണ്ടുന്ന കാര്യമില്ല. കാരണം ഒരു ദിവസത്തേക്ക് വേണ്ടിയിട്ട് മാത്രം നടന്നിരിക്കുന്ന ഒരു സമ്മേളനം, ആ സമ്മേളനം ഇപ്പം നമ്മളെല്ലാവരും അത്യാവശ്യം രാഷ്ട്രീയത്തിലൂടെ കടന്നു വരുന്ന ആൾക്കാരാണ്. ഒരു സമ്മേളനം സംഘടിപ്പിക്കപ്പെടുന്നതിന് വേണ്ടിയിട്ട് എത്ര രൂപ ചിലവ് വരും? നമ്മൾ അത്യാവശ്യം സംഘടിപ്പിച്ചതിൻ്റെ പാരമ്പര്യവും തഴക്കവും പഴക്കവും ഉള്ളതുകൊണ്ട് തന്നെ പറയുകയാണ്. ഒരു സമ്മേളനം സംഘടിപ്പിക്കാൻ വേണ്ടി ആഗോള അയ്യപ്പ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളില്ലാ സംഗമം നടപ്പാക്കാൻ വേണ്ടിയിട്ട് ഇത്രയധികം കോടികൾ ചെലവഴിച്ചു എന്ന് പറയപ്പെടുമ്പോൾ തന്നെ ഒരു കാര്യം സ്പഷ്ടവും വ്യക്തവുമാണ്: ഈ എഴുതിക്കൂട്ടിയിരിക്കുന്ന കണക്കുകളൊന്നും തന്നെ യാഥാർത്ഥ്യമല്ല എന്നുള്ള കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഇതിൻ്റെ വരവിലോ ചെലവിലോ യാതൊരു തരത്തിലുള്ള ബന്ധവും ഉണ്ടാകാനും വേണ്ടിയിട്ട് പോകുന്നില്ല. തീർച്ചയായിട്ടും അതിനകത്ത് അത്രയും കോടിയ അഴിമതികൾ നടന്നിട്ടുണ്ട്. ഇനി ഈ വരവ് അല്ലെങ്കിൽ ചെലവ് കാണിക്കുവാൻ വേണ്ടിയിട്ട് ചെയ്തിരിക്കുന്നത് എന്താണ്? പഞ്ചനക്ഷത്ര ഹോട്ടലുകളിൽ അത്രയും വലിയ കൂടിയ മുറികൾ എടുത്തത് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതെടുത്തത്? വീണ്ടും നമ്മളത് ചോദിക്കുവാൻ വേണ്ടിയിട്ട് നിർബന്ധിതമാകുന്നതാണ്. നിങ്ങളൊന്ന് നോക്കണം, നമ്മുടെ മലബാർ ദേവസ്വം, ഞാൻ പലതവണ ആവർത്തിച്ച് പറഞ്ഞൊരു വിഷയമാണ്, വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നതാണ്. മലബാർ ദേവസ്വം ബോർഡിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ C ഗ്രേഡ് D ഗ്രേഡ് ക്ഷേത്രങ്ങളുണ്ട്. 1000-ലധികം ക്ഷേത്രങ്ങളുണ്ട്. അവിടെ 4000-5000 ജീവനക്കാരുണ്ട്. അവിടുത്തെ പൂജ നടത്തുന്ന ആൾക്കാർ ഉൾപ്പെടെ 4000-5000 സ്റ്റാഫുണ്ട് അവിടെ. ഇവർക്ക് ശമ്പളം കൊടുക്കുന്നത് 1 വർഷം 2 വർഷമൊക്കെ കൂടുമ്പോൾ മാത്രമാണ്. രാവിലെ ക്ഷേത്രത്തിൽ ജോലിക്ക് വരുന്ന ആൾക്കാർ അന്നന്നത്തെ അന്നം കഴിക്കാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തൊഴിലുറപ്പിന് പോകണം, ഓട്ടോ ഓടിക്കാൻ പോകണം, അല്ലാന്നുണ്ടെങ്കിൽ മേശിരി പണിക്ക് പോകണം എന്ന് പറയുന്ന സാഹചര്യത്തിലാണ്. ഞാൻ ആ ജീവനക്കാരോട് നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ ക്ഷേത്രങ്ങളിൽ, ക്ഷയിച്ച് കിടക്കുന്ന ക്ഷേത്രങ്ങൾ മുഴുവൻ പോകുന്നത്. ഇപ്പോൾ മലബാർ ദേവസ്വം ബോർഡിൻ്റെ കീഴിലേക്ക് പോയി കഴിഞ്ഞാൽ A ഗ്രേഡ് B ഗ്രേഡ് ക്ഷേത്രങ്ങളാണ് വരുമാനമുള്ളത്. അവിടെയാണ് ഈ പറയുന്ന സഖാക്കളെ പിൻവാതിൽ വഴി നിയമിക്കുന്നത്. C ഗ്രേഡിലും D ഗ്രേഡിലും അല്ലാതെ യോഗ്യതയോടുകൂടി കയറുന്ന പാവപ്പെട്ട അല്ലാത്ത മനുഷ്യരാണുള്ളത്. അതുകൊണ്ട് തന്നെ അവരുടെ ഗതി ഇതാണ്. അപ്പോൾ ആ പറയുന്ന പോലെ അന്തിത്തിരി കത്തിക്കാൻ വേണ്ടിയിട്ട് നിവൃത്തിയില്ലാതെ കിടക്കുന്ന ക്ഷേത്രങ്ങളുള്ള നമ്മുടെ നാട്ടിൽ ഈ പറയുന്ന ഒരു അയ്യപ്പ സംഗമം, ആഗോള അയ്യപ്പ സംഗമം എന്തിനു വേണ്ടി, ആർക്ക് വേണ്ടി, എന്താണ് അതിൻ്റെ ഉദ്ദേശം ആർക്കും അറിയില്ല. ഇപ്പോൾ പറയുന്നത് മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ്. അല്ല, ഞാൻ ചോദിക്കട്ടെ, മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലത്തെ കുറേ കലാപരിപാടികളൊക്കെ വെച്ച് കുറേ ഒഴിഞ്ഞ കസേരകളൊക്കെ കൊണ്ടിട്ട് എന്തൊക്കെയോ കാട്ടിക്കൂട്ടി ഈ പറയുന്ന ആൾക്കാരെ മുഴുവൻ ഇത്രയും വലിയ ഫെസിലിറ്റിയിൽ കൊണ്ടുവന്ന് ഇങ്ങനെയാണോ മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കുന്നത്? ആരെയാണ് ഇവർ പറ്റിക്കാൻ വേണ്ടിയിട്ട് നോക്കുന്നത്? ഇവരിത് പറഞ്ഞ് ന്യായീകരിച്ചതിനെ കൂടുതൽ വൃത്തികേടാക്കണം. മാസ്റ്റർ പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും കോടി രൂപ മുടക്കിയിട്ട് ആഗോള അയ്യപ്പ സംഗമം നടത്തിയെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ശബരിമലയിലേക്ക് പോയി നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പന്നിയും കഴുതയൊക്കെ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുന്നതിൻ്റെ ഇടയിലാണ് കുട്ടികളെയും കൊണ്ടിട്ട് സാധാരണ അയ്യപ്പ ഭക്തർ വന്ന് വിരിവെച്ചിട്ട് അവിടെ കിടക്കുന്നത്. ഒരു വൃത്തിയും ഇല്ലാത്ത സാഹചര്യം അവിടെ സൃഷ്ടിച്ചു വെച്ചിട്ടാണ് ആ പറയുന്ന പാവപ്പെട്ട ആൾക്കാർ അവിടെ. ഇത്രയും കോടി രൂപയുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ വൃത്തിയുള്ളൊരു കോംപ്ലക്സ് അവിടെ ഉണ്ടാക്കാൻ പറ്റില്ലേ? കുറച്ചുകൂടെ വൃത്തിയായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി സാധിക്കുന്നു. അപ്പോഴാണ് കുറേ ആൾക്കാരെ കൊണ്ടുവന്ന് കുമരകത്തെ റിസോർട്ടിൽ കിടത്തിയിരിക്കുന്നത്. എന്നിട്ട് അതൊക്കെ ഒരു മടിയില്ലാണ്ട് വന്നിട്ട് ന്യായീകരിക്കുകയാണ് കുറേ ആൾക്കാർ. ന്യായീകരിച്ച് ഇപ്പോൾ ശ്രീ ജയേന്ദ്രൻ സാറിനോട് എനിക്ക് ഒരുപാട് ബഹുമാനമുണ്ട്. സാറ് പറയുന്നത് സാർ എപ്പോഴാണ് നുണ പറഞ്ഞതെന്നൊക്കെയാണ് സാറ് ചോദിക്കുന്നത്. സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, സാറിപ്പോൾ തിരിഞ്ഞു നോക്കിക്കഴിഞ്ഞാൽ സാറിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഇടതുപക്ഷ നിരീക്ഷകരൊന്നും ഇപ്പോൾ അവിടെ ഇല്ല. അസ്കറൊക്കെ പൊടിയും തട്ടി പോയി.
റെജി ലൂക്കോസ് അവിടുന്ന് വിട്ട് വേറെ എവിടെയൊക്കെ ഓടി രക്ഷപ്പെട്ടു, BJP-യിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ നമ്മുടെ ചാനലുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടത് നിരീക്ഷകരാൽ സമ്പന്നമായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ചെയ്ത്ത് കൂടി മാസ്റ്റർ പ്ലാനുകൾ ഉണ്ടാക്കി വന്നപ്പോൾ ഇത് എങ്ങനെ ന്യായീകരിക്കും എന്നറിയാണ്ട് ഓരോരുത്തരായിട്ട് അവിടുന്ന് ഓടി രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. പിന്നെ സാറിന് എനിക്ക് അങ്ങേയറ്റത്തെ വിഷമത്തോടുകൂടി പറയുകയാണ്, അസ്കർ ഒരു ചർച്ചയിൽ വന്നിട്ട് അദ്ദേഹം യാഥാർത്ഥ്യം പറയേണ്ടി വന്നു, സത്യം പറയേണ്ടി വന്നു എന്നുള്ളത് കൊണ്ട് മാത്രം അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ഭീഷണിയും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന പ്രശ്നങ്ങളും എന്തൊക്കെയാണ് എന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ സാറിന് ഇനി ഇതിനകത്ത് എന്തെങ്കിലും തെറ്റാണ് എന്ന് തോന്നിയാൽ പോലും അങ്ങേക്ക് അത് പറയാൻ വേണ്ടിയിട്ട് സാധിക്കില്ല എന്നുള്ള യാഥാർത്ഥ്യവും മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പറയുകയാണ്, സാർ ദയവ് ചെയ്തിട്ട് ആൾക്കാരുടെ മുമ്പിൽ ഈ കാര്യത്തെ കൂടുതൽ ന്യായീകരിച്ച് വൃത്തികേടാക്കരുത് എന്നൊരു അപേക്ഷ അയ്യപ്പ നാമത്തിൽ അങ്ങയുടെ മുമ്പിൽ വെക്കുകയാണ്.